അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര പഴനിക്കാണ്. ഞാനും വൈഫും പിള്ളേരും പെങ്ങളും പെങ്ങളുടെ കുട്ടിയും അച്ഛനും അമ്മയും. അപ്പോൾ എല്ലാവരും കൂടെയാണ് പഴനിക്ക് പോകുന്നത്. ചെറിയൊരു കാർ റെൻ്റ് എടുത്തിട്ടാണ് പോക്ക്. അപ്പോൾ ഇനി എല്ലാം അവിടെ നിന്ന് കാണാം. പഴനിക്കാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം പൊള്ളാച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ പരിപാടിയിലാണ്. അങ്ങനെ കാലത്ത് 4 മണിക്ക് അടിച്ച് എല്ലാവരും കുളിച്ചെടുക്കായി ഒരു 5 മണിയോട് കൂടെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കാലത്ത് നല്ല രസമായിരുന്നു. ഇവിടെ ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിച്ച റൂം. 1000 രൂപയായിരുന്നു റൂമിൻ്റെ റെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. ഒരു 2 വലിയ ബെഡും പിന്നെ 2 സിംഗിൾ ബെഡും ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേർക്കും 3 പിള്ളേർക്കും അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റി ഇവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ മടങ്ങുകയാണ്. ഇതൊക്കെയാണ് കേട്ടോ ലോഡ്ജിൻ്റെ അടുത്തുള്ളൊരു വലിയ അമ്പലം തന്നെയാണ്. ഞങ്ങൾ മെല്ലെ യാത്ര തുടങ്ങി. കുറച്ച് നടക്കാനുണ്ടായിരുന്നു റൂമിലേക്ക്. റൂമിൽ നിന്ന് പഴനി അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക്. ഞങ്ങൾ പോണ വഴിക്ക് കുറേ കടകളുണ്ട്. ആൾക്കാർ ഓരോന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അത് മേടിക്കും ഇത് മേടിക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ മുന്നോട്ടൊക്കെ നടന്നു. അങ്ങനെ പിള്ളേരായിട്ടും വൈഫുമായിട്ടും എല്ലാവരായിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ ചില്ലായിട്ട് നടക്കാം. കാലത്തായതുകൊണ്ട് നല്ല വൈബായിരുന്നു നടക്കാൻ. അപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങളിപ്പോൾ പഴനി എൻട്രൻസിലേക്ക് എത്തിയിറക്കുകയാണ്. നല്ല മനസ്സിലൊരു സുഖം തന്നെയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ. കാലത്തായതുകൊണ്ടാണോ എന്നും അറിയില്ല. എങ്കിൽപ്പോലും നല്ലൊരു ഉന്മേഷം ഉണ്ടായിരുന്നു നമുക്ക് കയറുമ്പോൾ. വലിയ കാര്യത്തിൽ ടയേർഡായിട്ടുണ്ടായിരുന്നില്ല കയറുമ്പോൾ. പിന്നെ മുകളിലേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അലൗഡല്ലായിരുന്നു. അപ്പം ഞങ്ങൾ താഴെ തന്നെ മൊബൈലൊക്കെ സൂക്ഷിക്കണ ഒരു പോട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാ ഫോണും കളക്ട് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചു. അത് കാരണം കൊണ്ട് നമുക്ക് മറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫ്രണ്ട് എന്നുള്ള ചെറിയൊരു വ്യൂ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ. അപ്പോൾ അതെല്ലാം എടുത്ത് ഞങ്ങൾ വീണ്ടും കണ്ടോ ഈ ഫ്രണ്ട് ഏരിയ ഇങ്ങനെയാണ്. നല്ല രസം തന്നെ കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് നേരത്തെ തന്നെ ആൾക്കാർ കയറി ഇറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയതായിട്ട് ലൈറ്റായി എന്ന് തോന്നുന്നു. പിന്നെ ഏറ്റവും പണിയിട്ടത് ഏതോ തന്തയില്ലാത്ത പാണ്ടിക്കരിമ്പാറ മൈരൻ വണ്ടിയിൽ കോറി നാശാക്കിയതാണ്. അപ്പം ഇങ്ങനെയുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന്